നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ പിഴിഞ്ഞ് വിമാന കമ്പനികൾ. UAE-യിൽ സ്കൂൾ തുറന്ന് 2 ആഴ്ച പിന്നിടുകയാണ്. എന്നാൽ 30% വിദ്യാർത്ഥികളും ഇതുവരെ സ്കൂളുകളിൽ എത്തിയിട്ടില്ല. കാരണമുണ്ട്, വർദ്ധിച്ച വിമാന നിരക്ക്. ഇത് തന്നെയാണ് ഇവരുടെ യാത്രയ്ക്ക് വലിയ തടസ്സം തീർക്കുന്നത്. വിമാന നിരക്ക് കൂടുതലാണ്, അത് കുറയുന്നുമില്ല. ഈ ഒരു കാരണം പ്രവാസി കുടുംബങ്ങൾ നാട്ടിൽ തുടരുന്ന സ്ഥിതിയിലായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകളിൽ കയറാനാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നതാണ് വലിയൊരു പ്രതിസന്ധി തീർത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ സ്കൂളുകളിലൊക്കെ ഹാജർ നില വളരെയധികം കുറവാണ്. സാധാരണ സെപ്റ്റംബർ ആദ്യവാരം പിന്നിട്ടാൽ നിരക്ക് കുറയാറുണ്ട്. എന്നാൽ 2ാം വാരത്തിൽ ഓണം ആഘോഷമുണ്ട്. ഇത് മുന്നിൽ കണ്ടാണ് വിമാന കമ്പനികൾ ഇത്തരത്തിലൊരു കൊള്ള നടത്താൻ കാത്തിരിക്കുന്നത്, പ്രവാസികളെ പിഴിയാൻ കാത്തിരിക്കുന്നത്. ഈ ഓണവാരത്തിൽ നാട്ടിലേക്ക് പോയി വരുന്നവരെ കൂടി ലക്ഷ്യമിട്ട് എയർലൈൻ ഓൺലൈൻ ടിക്കറ്റ് നിരക്ക് കൂട്ടിയിരിക്കുകയാണ്. ട്രാവൽ ഏജൻസികൾ നൽകുന്ന സൂചന ഈ മാസം 20-ന് ശേഷമേ നിരക്കിൽ കുറവുണ്ടാകൂ എന്നാണ്. അപ്പോഴേക്കും വിദ്യാർത്ഥികൾക്ക് 1 മാസത്തെ ക്ലാസ് നഷ്ടപ്പെടുമോ എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തും. നിരക്ക് കുറയാതെ തിരിച്ചു വരിക എന്നത് വലിയൊരു കടമ്പ തന്നെയാണ് പ്രവാസികളെ സംബന്ധിച്ച്. മധ്യവേനൽ അവധിക്ക് ശേഷം ഓഗസ്റ്റ് 26-ന് UAE-യിലെ സ്കൂളുകൾ തുറന്നു. അന്ന് ഭൂരിഭാഗം ക്ലാസ്സുകളും ഹാജർ നില വളരെയധികം കുറവായിരുന്നു. 40% വിദ്യാർത്ഥികൾ ക്ലാസ്സുകളിൽ എത്തിയില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ 10% പേർ കൂടി എത്തി. തിരിച്ചെത്താത്തവർ ഇനിയുമുണ്ട്. CBSE കേരള ബോർഡിന്റെ നിബന്ധന 75% ഹാജരുണ്ടെങ്കിലേ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്താൻ സാധിക്കൂ എന്നാണ്. UAE-യുടെ നിയമ അടിസ്ഥാനത്തിൽ 85% ഹാജർ വേണമെന്ന സ്ഥിതിയും. ഇതിനനുസൃതമായി 1 വർഷം വിദ്യാർത്ഥികൾക്ക് എടുക്കാവുന്ന പരമാവധി അവധി 25 ദിവസമാണ്. എന്നാൽ നാട്ടിൽ കുടുങ്ങിയ പ്രവാസി കുടുംബങ്ങൾ തിരിച്ചെത്തുമ്പോഴേക്കും ഈ പരിധി കഴിയുമോ എന്നൊരു വലിയൊരു ആശങ്ക, വെല്ലുവിളി മുന്നിലിപ്പോൾ ഉണ്ട്. അതേസമയം നാളെ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് 1 വേ ടിക്കറ്റ് കുറഞ്ഞത് 22,500 രൂപയ്ക്ക് മുകളിലാണ് നിരക്ക്. 4 അംഗ കുടുംബത്തിന് UAE-യിൽ തിരിച്ചെത്താൻ കുറഞ്ഞത് 90,000 രൂപയെങ്കിലും വേണ്ടിവരും. അബുദാബി, ഷാർജ, റാസൽ ഖൈമ, അൽ ഐൻ സെക്ടറുകളിലേക്ക് നേരിയ ഏറ്റക്കുറച്ചിലുകൾ ഈ ഒരു നിരക്കിൽ ഉണ്ടാകുമെന്നും സൂചനകൾ കിട്ടുന്നുണ്ട്. മാത്രമല്ല, പ്രവാസികളിൽ 85% സാധാരണക്കാരാണ്. സീസൺ സമയത്ത് വിമാന കമ്പനികളുടെ ഈ കൊള്ള അവസാനിപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണം എന്നൊരു ആവശ്യം പ്രവാസികൾ ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളാണ് ഇത്തരത്തിലൊരു ആവശ്യം ശക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ സമരങ്ങൾക്ക് പ്രവാസി സംഘടനകൾ രംഗത്തിറങ്ങണമെന്ന ആവശ്യവും ശക്തമാവുന്നുണ്ട്. ആയിരക്കണക്കിന് പ്രവാസി സംഘടനകളുള്ള UAE-യിൽ വർഷത്തിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്നതോടെ തീരരുത് സംഘടനകളുടെ ഉത്തരവാദിത്തമെന്നും രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഓണ സീസണും കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നിരക്ക് വർധനവ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ ഒരു മാറ്റമുണ്ടായി അവർക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാകണം. വിമാന കമ്പനികളുടെ ഈ ഒരു നിലപാടിനെതിരെ മാറ്റമുണ്ടാകണം, അല്ലെങ്കിൽ അവർ ആ തീരുമാനം മാറ്റണം എന്നൊരു ആവശ്യം ശക്തമാവുകയാണ്.